വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് 2017 ഫെബ്രുവരിയിലെ SSLC മോഡൽ പരീക്ഷയിലെ മാത്സ് ചോദ്യപേപ്പറിലെ ആദ്യത്തെ 3 ചോദ്യങ്ങളാണ്. ഈ വീഡിയോയിൽ നമുക്ക് 4ാമത്തെ ചോദ്യം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ചോദ്യം ഇതാണ്. ആദ്യം മലയാളത്തിൽ ചോദ്യം വായിച്ചതിന് ശേഷം ഇംഗ്ലീഷിലും ചോദ്യം വായിക്കുന്നതാണ്. ശേഷം ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികൾക്കും മലയാളം മീഡിയം വിദ്യാർത്ഥികൾക്കും ഒരുപോലെ ഉപയോഗപ്പെടുന്ന രീതിയിൽ ഇതിൻ്റെ ഉത്തരം വിശദീകരിക്കുന്നതാണ്. ചോദ്യം നോക്കാം. ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യ പദം 6ഉം പൊതുവ്യത്യാസം 4ഉം ആണ്. എ. ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം എന്താണ്? നമുക്ക് ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യ പദവും പൊതുവ്യത്യാസവും തന്നിട്ടുണ്ട്. എന്നിട്ട് ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം എന്താണെന്ന് കണ്ടുപിടിക്കണം. അതായത് അതിൻ്റെ nth ടേം കണ്ടുപിടിക്കാനുള്ള ബീജഗണിത രൂപം കണ്ടുപിടിക്കണം. ബി. ഇതിലെ ആദ്യത്തെ n പദങ്ങളുടെ തുക കണക്കാക്കാനുള്ള ബീജഗണിത വാചകം എന്താണ്? ആദ്യത്തെ n പദങ്ങളുടെ തുക കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം നമുക്കറിയാം. അതുപയോഗിച്ച് ഈ ശ്രേണിയിലെ ആദ്യത്തെ n പദങ്ങളുടെ തുക കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം. സി. ഇതിലെ ആദ്യത്തെ എത്ര പദങ്ങൾ കൂട്ടിയാലാണ് 510 കിട്ടുക? ഓക്കെ, ഈ ബിയിൽ നിന്നും കിട്ടുന്ന സൂത്രവാക്യം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആദ്യത്തെ എത്ര പദങ്ങൾ കൂട്ടിയാലാണ് 510 കിട്ടുക എന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി ഇംഗ്ലീഷിലും ചോദ്യം ഒന്ന് നോക്കാം. ഓക്കെ, the first term of an arithmetic sequence is 6 and the common difference is 4. A. What is the algebraic form of this sequence? B. What is the algebraic expression to find the sum of the first n terms of this sequence? C. How many terms of this sequence starting from the first are to be added to get 510? ഓക്കെ, കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു സിമ്പിൾ ചോദ്യമാണ്. നമുക്ക് ഇതിൽ എ ക്വസ്റ്റ്യൻ ആദ്യം നോക്കാം. വാട്ട് ഈസ് ദ ആൾജിബ്രൈക് ഫോം ഓഫ് ദിസ് സീക്വൻസ്? ഈ സീക്വൻസിൻ്റെ ബീജഗണിത രൂപം കണ്ടുപിടിക്കുക. നമുക്ക് നോക്കാം. ഇവിടെ തന്നിട്ടുള്ളത് ആദ്യ പദം x1 6ആണ്, അതുപോലെ പൊതുവ്യത്യാസം d 4ഉമാണ്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിൽ കണ്ടുപിടിക്കേണ്ടത് ഇതിലെ nth ടേം, ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം എന്താണ്? ശ്രേണിയുടെ ബീജഗണിത രൂപം നമുക്ക് നോക്കാം. നമുക്കറിയാം xn സമം x1 പ്ലസ് n-1 ടൈംസ് d. ഇത് നമുക്ക് അറിയാവുന്ന ഒരു സൂത്രവാക്യമാണ്. ഇതിൽ x1ൻ്റെ സ്ഥാനത്ത് നമുക്ക് 6ഉം അതുപോലെ ഡിയുടെ സ്ഥാനത്ത് നമുക്ക് 4ഉം കൊടുത്തു കഴിഞ്ഞാൽ ഇതിലെ ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം കിട്ടുന്നതാണ്. നമുക്ക് നോക്കാം. xn അതുപോലെ തന്നെ എഴുതാം. ഓക്കെ, x1 ഈസ് 6, ഇവിടെ 6 കൊടുക്കുക. n-1 തൽക്കാലം അതുപോലെ തന്നെ എഴുതുക. ഇൻറ്റു ഡിയുടെ സ്ഥാനത്ത് നമുക്ക് 4 കൊടുക്കാം. അടുത്ത സ്റ്റെപ്പിൽ 6 കൂട്ടണം. ഈ 4 കൊണ്ട് ബ്രാക്കറ്റിലെ ഓരോ പദത്തെയും ഗുണിക്കുക. ഫസ്റ്റ് n ഇൻറ്റു 4. n ഇൻറ്റു 4 ഈസ് 4n. then -1 ഇൻറ്റു 4, that is -4. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ ഈ 4n നമുക്ക് തുടക്കത്തിൽ എഴുതാം. 4n, ബാക്കിയുള്ളത് 6 - 4, that is +2. 6ൽ നിന്നും 4 കുറച്ചാൽ +2 കിട്ടും. ഓക്കെ, 4n + 2 ഇതാണ് നമ്മുടെ ശ്രേണിയുടെ അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ nth ടേം കണ്ടുപിടിക്കാനുള്ള, n-ാം പദം കണ്ടുപിടിക്കാനുള്ള ആൾജിബ്രൈക് ഫോം. ഓക്കെ, അതായത് ഈ ശ്രേണിയുടെ പൊതുവായിട്ടുള്ള ആൾജിബ്രൈക് ഫോം. എ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ എ.
ഇനി നമുക്ക് ബി ചോദ്യം നോക്കാം. ഇതിലെ ആദ്യത്തെ n പദങ്ങളുടെ തുക കണക്കാക്കാനുള്ള ബീജഗണിത വാചകം എന്താണ്? നമുക്ക് ആദ്യത്തെ n പദങ്ങളുടെ തുക കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം അറിയാം. Sn is equal to n by 2 into x1 plus xn. ആദ്യ പദം പ്ലസ് nth ടേം, n-ാം പദം. ഓക്കെ, ഇവിടെ നമുക്ക് n by 2 അതുപോലെ തന്നെ എഴുതാം. അതേപോലെ x1 നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 6. x1 is 6. അതേപോലെ xn നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. xn is equal to 4n plus 2. 4n plus 2. ഓക്കെ, ആ 4n plus 2 നമുക്ക് ഇവിടെ കൊടുക്കാം. 4n plus 2. ഓക്കെ, ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ n by 2 കൊണ്ട് നമുക്ക് ഈ ബ്രാക്കറ്റിലെ ഓരോ പദത്തെയും ഗുണിക്കാം. അപ്പോൾ n by 2 into 6 plus n by 2 into 4n plus n by 2 into 2. ഇവിടെ ഈ 2ഉം ഈ 2ഉം നമുക്ക് വെട്ടി ക്യാൻസൽ ചെയ്യാം. അതുപോലെ ഈ 2ഉം ഈ 4ഉം കട്ട് ചെയ്ത് മുകളിൽ 2 എഴുതാം. 4ൽ 2 പ്രാവശ്യം. അതുപോലെ ഈ 6ഉം ഈ 2ഉം കട്ട് ചെയ്യാം. ഇത് 6ൽ 2 3 തവണ. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ ഇത് എന്തായി മാറും? 3n പ്ലസ് n ഇൻറ്റു 2 ഇൻറ്റു n, അതായത് 2n സ്ക്വയർ പ്ലസ് n. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ n സ്ക്വയർ ടേം എഴുതാം. 2n സ്ക്വയർ, 2n സ്ക്വയർ പ്ലസ് ഇവിടെ 3n ഉണ്ട്, ഇവിടെ ഒരു n ഉണ്ട്. അപ്പോൾ 3nഉം ഒരു n-ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 4n കിട്ടും. അപ്പം നമ്മുടെ ഉത്തരം കിട്ടി. ആദ്യത്തെ n പദങ്ങളുടെ തുക കണ്ടുപിടിക്കാനുള്ള ആൾജിബ്രൈക് ഫോം, ബീജഗണിത രൂപമാണ് 2n സ്ക്വയർ പ്ലസ് 4n. ഓക്കെ, എളുപ്പമില്ലേ? ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ സൂത്രവാക്യം നമുക്ക് കാണാതെ പഠിച്ചു പോകണം. അതുപോലെ ഈ നമുക്ക് കിട്ടിയിട്ടുള്ള xnന്റെ വില നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതുപോലെ ഈ 6 x1ന് 6 എന്ന വിലയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അടുത്ത സ്റ്റെപ്പിൽ ഈ ബ്രാക്കറ്റ് ഒഴിവാക്കി n by 2 കൊണ്ട് ഓരോ പദത്തെയും ഗുണിച്ചു. അതിൻ്റെ അടുത്ത സ്റ്റെപ്പിൽ 2 കോമൺ ആയി വരുന്നത് ഡിവൈഡ് ചെയ്ത് ചെറുതാക്കി എഴുതിയപ്പോൾ നമുക്ക് 2n സ്ക്വയർ പ്ലസ് 4n കിട്ടി. ഓക്കെ, ഇനി മൂന്നാമത്തെ സി ക്വസ്റ്റ്യൻ നോക്കാം. ഇതിലെ ആദ്യത്തെ എത്ര പദങ്ങൾ കൂട്ടിയാലാണ് 510 കിട്ടുക? ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യത്തെ എത്ര പദങ്ങൾ കൂട്ടിയാലാണ് 510 കിട്ടുക എന്നാണ് ചോദ്യം. ഓക്കെ, ജസ്റ്റ് ബിഫോർ, തൊട്ടു മുമ്പ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ആദ്യത്തെ n പദങ്ങളുടെ തുക കാണാനുള്ള ബീജഗണിത രൂപം Sn സമം 2n സ്ക്വയർ പ്ലസ് 4n ആണെന്ന്. ഓക്കെ, ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ഈ സി ക്വസ്റ്റ്യൻ്റെ ഉത്തരം കണ്ടുപിടിക്കുക. ഓക്കെ, നമുക്ക് ആദ്യത്തെ എത്ര പദങ്ങൾ കൂട്ടിയാലാണ് 510 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് Sn സമം 510 എന്ന് എടുക്കാം. ഓക്കെ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന n-ന്റെ വിലയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, Sn-ന്റെ സ്ഥാനത്ത് നമുക്ക് ബി ക്വസ്റ്റ്യനിൽ നാം കണ്ടുപിടിച്ചിട്ടുള്ള പൊതുവായിട്ടുള്ള രൂപം, ബീജഗണിത രൂപം, ആൾജിബ്രൈക് എക്സ്പ്രഷൻ നമുക്ക് ഇവിടെ എഴുതാം. 2n സ്ക്വയർ പ്ലസ് 4n ഈക്വൽ ടു 510. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വന്നിട്ടുള്ള ഇക്വേഷൻ ശ്രദ്ധിക്കുക. ഇവിടെ n സ്ക്വയർ പദവുമുണ്ട്, അതുപോലെ n ടേമും ഉണ്ട്. ഓക്കെ, അതായത് ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ രണ്ടാം കൃതി സമവാക്യത്തിൻ്റെ രൂപത്തിലാണ്. ഓക്കെ, അതുകൊണ്ട് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റി കൊണ്ടുവരാൻ നമുക്ക് ഈ n സ്ക്വയറിൻ്റെ ഗുണോത്തരം, കോഎഫിഷ്യൻറ്റ് നമുക്ക് ഈ
2ൽ നിന്നും മാറ്റി 1 ആക്കി മാറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ഇക്വേഷൻ്റെ എല്ലാ പദത്തെയും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഡിവൈഡിങ് ബൈ 2 അല്ലെങ്കിൽ നമുക്ക് 1/2 കൊണ്ട് ഇൻറ്റു ചെയ്യാമെന്ന് പറഞ്ഞാലും മതി. ഇൻറ്റു 1/2, ഇതിലെ ഓരോ ടേമിനെയും നമുക്ക് 1/2 കൊണ്ട് ഗുണിക്കാം, അതായത് 2 കൊണ്ട് ഹരിക്കാം. ആദ്യത്തെ പദത്തെ 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 2ഉം 2ഉം ക്യാൻസൽ ആവും, ബാക്കി വരിക n² ആയിരിക്കും. പ്ലസ് 4n-നെ 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 4ൽ 2 2 തവണയാണ്, അതുകൊണ്ട് 2n ബാക്കിയുണ്ടാവും. സീക്വൽ ടു 510-നെ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്കറിയാം 255 ആയിരിക്കും. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, ഇത്തരം ഈ സമവാക്യങ്ങളിൽ നിന്നും ഇത്തരം രണ്ടാകൃതി സമവാക്യങ്ങളിൽ നിന്നും ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ നിന്നും n-ന്റെ മൂല്യം കണ്ടുപിടിക്കാൻ, സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നാം പാഠത്തിൽ പഠിച്ചതാണ്. ആ ഐഡിയ വെച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാം. നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷനിൽ n-ന്റെ ഗുണോത്തരം കോഎഫിഷ്യന്റിന്റെ പകുതിയുടെ വർഗം ഈ സമവാക്യത്തിന്റെ 2 ഭാഗങ്ങളിലും കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ സാധിക്കും. നോക്കാം, ഇവിടെ n-ന്റെ ഗുണോത്തരം കോഎഫിഷ്യന്റ് 2 ആണ്. 2ന്റെ പകുതി 1 ആണ്. 1ന്റെ വർഗം 1 തന്നെയാണ്. ആ 1 2 ഭാഗത്തും കൂട്ടിക്കൊടുക്കുക. n² പ്ലസ് 2n പ്ലസ് 1 ഈക്വൽ ടു 255 പ്ലസ് 1. ഓക്കെ, നമ്മൾ ചെയ്തത് മനസ്സിലായല്ലോ. ഈ n-ന്റെ കോഎഫിഷ്യന്റിന്റെ പകുതിയുടെ വർഗം, അതായത് 1 2 ഭാഗത്തും കൂട്ടിക്കൊടുത്തു. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്കറിയാം n² പ്ലസ് 2n പ്ലസ് 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് n+1-ന്റെ ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, അതെന്തുകൊണ്ടാണ്? ഈ n+1 ഹോൾ സ്ക്വയർ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കൂ. n² ഫസ്റ്റ് a പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a² പ്ലസ് 2ab പ്ലസ് b² ആണ്. അതുകൊണ്ട് ആദ്യം ഫസ്റ്റ് പദത്തിന്റെ സ്ക്വയർ n², then 2 into n into 1, that is 2n, then plus ലാസ്റ്റ് പദത്തിന്റെ സ്ക്വയർ 1², അതായത് 1. ഓക്കെ, അതെല്ലാം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് n+1 ഹോൾ സ്ക്വയർ ആണ് നമുക്ക് മുകളിലത്തെ സ്റ്റെപ്പിലുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം, 255 പ്ലസ് 1 256. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഈ സ്ക്വയർ നമുക്ക് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ n+1 ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 256 എന്ന് കിട്ടും. ഓക്കെ, 256-ന് കൃത്യമായിട്ട് റൂട്ടുണ്ട്, പറയാം പ്ലസ് ഓർ മൈനസ് 16, 16 256-ന്റെ റൂട്ട്. ഓക്കെ, നമുക്ക് ഇപ്പോൾ കിട്ടിയത് n+1 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 16 എന്നാണ്. ഇതിൽ നിന്ന് നമുക്ക് n കണ്ടുപിടിക്കാം. +1-നെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ n ഈക്വൽ ടു 2 ഉത്തരങ്ങൾ ഉണ്ടാവും. ഒന്ന് +16 - 1, അതൊരു ഉത്തരമാണ്. ഓർ n ഈക്വൽ ടു -16 - 16 ആണ്. -16 - 1. ഓക്കെ, ചെറുതാക്കി എഴുതാം. n ഈക്വൽ ടു +16 - 1 is 15, or n ഈക്വൽ ടു -16 - 1 is -17. ഓക്കെ, n-ന് 2 വിലകൾ കിട്ടി. n ഈക്വൽ ടു 15 or n ഈക്വൽ ടു -17. പക്ഷേ ഇവിടെ നമുക്കറിയാം n എന്ന് പറഞ്ഞാൽ പദങ്ങളുടെ എണ്ണമാണ്. എണ്ണം ഒരിക്കലും നെഗറ്റീവ് വരില്ല. അതുകൊണ്ട് ഈ ഉത്തരം നമുക്ക് എടുക്കാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം n = 15, അതായത് 15 പദങ്ങളുടെ തുകയാണ് 510 എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഈ ചോദ്യത്തിൻ്റെ സ്കീം ഒന്ന് ശ്രദ്ധിക്കാം. പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ശ്രേണിയിലെ n പദങ്ങളുടെ തുക 510 എന്ന് കരുതിയാൽ 2n² + 4n 510 എന്ന് എഴുതാം. ഇതിൽ നിന്നും 2n² + 4n = 510-ന്റെ 2 കൊണ്ട് എല്ലാ പദത്തെയും ഡിവൈഡ് ചെയ്തു. അതായത് n² + 2n +
255. ഓക്കെ, ഒരു വശത്തും n-ന്റെ ഗുണോത്തരമായ 2ന്റെ പകുതിയായ 1ന്റെ വർഗം ഇരുവശത്തും ആഡ് ചെയ്യുക, കൂട്ടിക്കൊടുക്കുക. അപ്പോൾ നമുക്ക് n² + 2n + 1 = 255 + 1, അതായത് 256 എന്ന് കിട്ടും. അടുത്ത സ്റ്റെപ്പിൽ n + 1² എന്ന് എഴുതാം. പിന്നീട് n + 1 = ±√256, അതായത് -16. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ഉത്തരം കിട്ടി. n = 16 - 1 അല്ലെങ്കിൽ n = -16 - 1. Therefore n = 15 അല്ലെങ്കിൽ n = -17. പദങ്ങളുടെ എണ്ണം ന്യൂനസംഖ്യയാവാത്തത് കൊണ്ട് n = -17 എന്ന വില സ്വീകാര്യമല്ല. അതുകൊണ്ട് ശ്രേണിയിലെ 15 പദങ്ങളുടെ തുക കൂട്ടിയാലാണ് 510 കിട്ടുക. ഇത്രയും എഴുതിയാൽ നമുക്ക് 4 മാർക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, നമ്മുടെ ചോദ്യം, നാലാമത്തെ ചോദ്യം ഇവിടെ അവസാനിക്കുന്നില്ല. ശ്രദ്ധിക്കുക, ഇത് അല്ലെങ്കിൽ ഓർ ഇട്ട് ചോയ്സ് ഉള്ള ചോദ്യമാണ് നാലാമത്തെ ചോദ്യം. അതുകൊണ്ട് ഈ ബി ക്വസ്റ്റ്യനും കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. ചോദ്യം ഇതാണ്: ഒരു സമചതുരത്തിന്റെ 2 സമാന്തര വശങ്ങൾ 4 സെന്റിമീറ്റർ വീതം കൂട്ടി വരച്ച ചിത്രമാണ് ചുവടെ കാണിച്ചിരിക്കുന്നത്. ഇതിൽ പുതിയ ചതുരത്തിന്റെ പരപ്പളവ് 396 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. ഈ പുതിയ ചതുരം 4 സെന്റിമീറ്റർ വീതം ഒരു വശം നീട്ടി വരച്ചതിന് ശേഷം കിട്ടിയ പുതിയ ചതുരത്തിന്റെ പരപ്പളവാണ് 396 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ക്വസ്റ്റ്യൻ: സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം x സെന്റിമീറ്റർ എന്നെടുത്ത് തന്നിട്ടുള്ള വിവരങ്ങൾ ഒരു ബീജഗണിത സമവാക്യമായി എഴുതുക. ഓക്കെ, ഒരു ബീജഗണിത സമവാക്യമായിട്ട് ഈ തന്നിട്ടുള്ള സംഗതികളൊക്കെ വെച്ചുകൊണ്ട് എഴുതാനാണ്. ബി, ഈ സമവാക്യം ഉപയോഗിച്ച് സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം കണക്കാക്കുക. ഓക്കെ, ഈ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഉത്തരം നോക്കുന്നതിന് മുമ്പ് ഇംഗ്ലീഷിലും ചോദ്യം ഒന്ന് നോക്കാം. B question: the figure below shows two parallel sides of a square extended by 4 centimeters to make a rectangle. Okay, ചിത്രം തന്നിട്ടുണ്ട്. The area of the new rectangle is 396 square centimeters. ഈ പുതിയ റെക്ടാങ്കിളിന്റെ ഏരിയ 396 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. Taking the length of a side of the square as x centimeters, write down the given facts as an algebraic equation. തന്നിട്ടുള്ള വിവരങ്ങൾ algebraic equation ആയിക്കൊണ്ട് എഴുതണം. B question: using this equation, compute the length of a side of the equation. ഈ algebraic equation ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ തന്നിട്ടുള്ള സ്ക്വയറിന്റെ ഒരു വശത്തിന്റെ നീളം കണ്ടുപിടിക്കണം. ഓക്കെ, ചോദ്യം മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. എന്നിട്ട് നമുക്ക് ഇതിന്റെ ഉത്തരം നോക്കാം. ുള്ള ചിത്രം ഇങ്ങനെയാണ്. ഒരു സമചതുരത്തിന്റെ ഒരു വശം 4 സെന്റിമീറ്റർ റൈറ്റിലേക്ക്, വലതുവശത്തേക്ക് നീട്ടിയിട്ടുണ്ട്. ഇനി വേറൊരു സംഗതി തന്നിട്ടുള്ളത്, ഈ പുതിയ ചതുരത്തിന്റെ പരപ്പളവ് ഏരിയ എത്രയാണ്? ഏരിയ 300 നോക്കാം. പുതിയ ചതുരത്തിന്റെ പരപ്പളവ് 396 ഇത്ര സെന്റിമീറ്റർ സ്ക്വയർ ഇത് തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്, ഈ സമചതുരത്തിന്റെ ഈ സ്ക്വയറിന്റെ ഓരോ സൈഡും x സെന്റിമീറ്റർ എന്ന് എടുത്തു കഴിഞ്ഞാൽ തന്നിട്ടുള്ള വിവരങ്ങൾ ഒരു ബീജഗണിത രൂപത്തിൽ, ഒരു ആൾജിബ്രായിക് എക്സ്പ്രഷൻ ആക്കി എഴുതാനാണ് ചോദ്യം. നമുക്കറിയാം ഇത് സ്ക്വയർ ആണ്. സ്ക്വയറിന്റെ ഒരു വശം x എന്നെടുത്താൽ എല്ലാ വശവും തുല്യമായിരിക്കും, എല്ലാം x ആയിരിക്കും, x സെന്റിമീറ്റർ. ഓക്കെ, ഇനി നമുക്കറിയാം ഈ ചതുരത്തിന്റെ ഏരിയ കാണാനുള്ള സൂത്രവാക്യം വളരെ സിമ്പിൾ ആണ്. നീളം ഇൻറ്റു വീതി, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഓക്കെ, ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത്, ഈ പുതിയ ചതുരത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈ വലിയ നീളമാണ്.
ഈ വലിയ നീളം. അതെത്രയായിരിക്കും? ആദ്യത്തെ എക്സ് എന്ന നീളത്തോട് 4 സെൻറ്റിമീറ്റർ കൂട്ടിയതാണ്. അതായത് എക്സ് പ്ലസ് 4 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ പുതിയ ചതുരത്തിൻ്റെ നീളം. അതേപോലെ വീതി നമുക്കറിയാം. വീതിയിൽ ഇവിടെ ഒരു മാറ്റവും വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്കതിനെ എക്സ് എന്ന് തന്നെ എടുക്കാം. അപ്പോൾ നമ്മുടെ പുതിയ ചതുരത്തിൻ്റെ ഏരിയ നമുക്ക് അവിടെ മാറ്റി എക്സ് പ്ലസ് 4 ഇൻറ്റു നീളം ഇൻറ്റു വീതി എന്നതിലെ എക്സ് പ്ലസ് 4 ആണ് ഇവിടെ നീളം ഇൻറ്റു വീതി നമുക്കറിയാം ഇവിടെ എക്സ്. എക്സ് സമം 396. ഓക്കെ, ഇതിൽ നിന്നും നമുക്ക് ബ്രാക്കറ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ, എക്സ് സമം എക്സ് സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു എക്സ്, ദാറ്റ് ഈസ് 4x ഈക്വൽ ടു 396. ഇത്ര ചെയ്യാനേ ഉള്ളൂ. ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എ ക്വസ്റ്റ്യൻ്റെ ഉത്തരം കിട്ടി. ഇതാണ് തന്നിട്ടുള്ള വിവരങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഒരു ബീജഗണിത രൂപത്തിൽ പറയുന്നത്, അല്ലെങ്കിൽ ആൾജിബ്രായിക് എക്സ്പ്രഷൻ ആയിക്കൊണ്ട് പറഞ്ഞാൽ ഇങ്ങനെയുണ്ട്. ഇനി നമുക്ക് ബി ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ബി ക്വസ്റ്റ്യൻ, ഈ സമവാക്യം ഉപയോഗിച്ചുകൊണ്ട് യൂസിങ് ദിസ് ഇക്വേഷൻ സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം കണക്കാക്കുക. ഫൈൻഡ് ദി ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് ദിസ് സ്ക്വയർ. ഓക്കെ, നമുക്ക് ഉത്തരം നോക്കാം. ഇതിൽ സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സിൻ്റെ വിലയാണ്. ഓക്കെ, നമുക്ക് ഈ സമവാക്യത്തിൽ നിന്നും ഇത് ശ്രദ്ധിക്കുക, ഇതൊരു രണ്ടാംകൃതി സമവാക്യമാണ്, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഇതിലെ മൂല്യം കണ്ടുപിടിക്കാൻ, സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നാം പഠിച്ചതാണ്. ആ രൂപത്തിൽ ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എക്സ് കിട്ടും. അതാണ് നമ്മുടെ സ്ക്വയറിൻ്റെ, സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം. അതാണ് നമ്മുടെ ബി ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4x സമം 396. ഇവിടെ ഇതിൻ്റെ എ ക്വസ്റ്റ്യനിൽ, നാലാമത്തെ ചോദ്യത്തിലെ എ പാർട്ടിൽ നാം ചെയ്തതുപോലെ ഈ എക്സിൻ്റെ ഗുണോത്തരത്തിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ പകുതിയുടെ സ്ക്വയർ ഇരുവശത്തും കൂട്ടിക്കൊടുക്കുക. അതായത് ഇവിടെ 4ൻ്റെ പകുതി 2 ആണ്. ആ 2 സമത്തിൻ്റെ രണ്ട് വശത്തും കൂട്ടിക്കൊടുക്കുക. അതായത് എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4ൻ്റെ പകുതി 2 ആണ്. 2ൻ്റെ സ്ക്വയർ 4 തന്നെയാണ്. 4 സമം 396 പ്ലസ് 4. അതായത് സമത്തിൻ്റെ രണ്ട് വശത്തും നാം 4, 2ൻ്റെ വർഗം കൂട്ടിക്കൊടുത്തു. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4നെ നമുക്ക് എന്ത് എഴുതാം? എക്സ് പ്ലസ് 2 ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ അല്ലേ? എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കൂ, നമുക്ക് മുകളിലത്തെ സ്റ്റെപ്പ് കിട്ടുന്നതാണ്. ഓക്കെ, സമം 396നോട് 4 കൂട്ടിക്കഴിഞ്ഞാൽ 400. ഓക്കെ, എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 400. അതുകൊണ്ട് എക്സ് പ്ലസ് 2 സമം സ്ക്വയർ റൂട്ട് ഓഫ് 400. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു 400ൻ്റെ റൂട്ട് നമുക്കറിയാം 20. ചിഹ്നം പ്ലസ് ഓർ മൈനസ് 20 എന്ന് എടുക്കണം. റൂട്ടിന് മൈനസ് 20യുടെ 2ൻ്റെയും വർഗം, മൈനസ് 20യുടെയും പ്ലസ് 20യുടെയും വർഗം 400 ആണ്. അതുകൊണ്ട് റൂട്ട് 400ന് 2 വിലകൾ, പ്ലസ് 20 ഓർ മൈനസ് 20. അടുത്ത സ്റ്റെപ്പിൽ മൈനസ് 2നെ റൈറ്റിലേക്ക് എടുക്കുക. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് 20 മൈനസ് 2 ഓർ മൈനസ് 20 മൈനസ് 2. രണ്ട് ഉത്തരങ്ങളുണ്ടാവും. ഈക്വൽ ടു പ്ലസ് 20 മൈനസ് 2 ഈസ് 18 ഓർ മൈനസ് 20 മൈനസ് 2 ഈസ് മൈനസ് 22. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് സമചതുരത്തിൻ്റെ നീളമാണ്. നീളം ഒരിക്കലും നെഗറ്റീവ് വരില്ല. അതുകൊണ്ട് ഈ മൈനസ് 2 ഒരിക്കലും ശരിയാവില്ല. അതുകൊണ്ട് നമ്മുടെ ഉത്തരം എക്സ് ഇസിക്കൽ ടു 18. എക്സ് ഇസിക്കൽ ടു 18 ആണ് നമുക്ക് ഇവിടെ എടുത്തെഴുതാം. എക്സ് ഇസിക്കൽ ടു 18 സെൻറ്റിമീറ്റർ.
നീളമായതുകൊണ്ട് സെൻറ്റിമീറ്റർ. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ മാത്സ് പരീക്ഷയിൽ ഏത് ഉത്തരം എഴുതുകയാണെങ്കിലോ അടിവര ഇടുന്നതിന് മുമ്പ് യൂണിറ്റ് കൃത്യമാണോ എന്ന് ചെക്ക് ചെയ്യുക. യൂണിറ്റ് എഴുതിയിട്ടില്ലെങ്കിൽ യൂണിറ്റ് എഴുതിയതിനു ശേഷം മാത്രം അടിവര ഇടുക. ഓക്കെ, ഉത്തരം മനസ്സിലായല്ലോ? ഒന്നുകൂടി പെട്ടെന്ന് റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് തന്നിട്ടുള്ള സമചതുരം 4 സെൻറ്റിമീറ്റർ വലത്തോട്ട് നീട്ടി ഒരു ചതുരം കിട്ടിയിട്ടുണ്ട്. ചതുരത്തിൻ്റെ പരപ്പളവ് 396 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ചതുരത്തിൻ്റെ പരപ്പളവ് ഏരിയ, അതിനെ നമുക്ക് നീളം ഇൻറ്റു വീതി എന്ന് എഴുതി. നീളം ഇവിടെ x+4 ആണ്, വീതി x ആണ്. അതുകൊണ്ട് ഏരിയ പരപ്പളവിൻ്റെ സ്ഥാനത്ത് നമുക്ക് x+4 × x എന്ന് കൊടുത്തു കഴിഞ്ഞാൽ = 396 എന്ന് തന്നിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പിൽ x ബ്രാക്കറ്റിൻ്റെ ഉള്ളോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. x² + 4x = 396. ഇവിടെ നമുക്ക് രണ്ടാകൃതി സമവാക്യങ്ങൾ നിർദ്ധാരണം ചെയ്യുന്ന രീതിയിൽ ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ പകുതിയുടെ വർഗം ഇരുവശത്തും കൂട്ടിക്കൊടുത്തു, അതായത് 4 കൂട്ടിക്കൊടുത്തു. അതിൽ നിന്ന് നമുക്ക് x+2² = 400 എന്ന് കിട്ടി. അടുത്ത സ്റ്റെപ്പിൽ റൂട്ട് സ്ക്വയർ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ x+2 = √400, ദാറ്റ് ഈസ് 20 എന്ന് കിട്ടി. അതിൽ നിന്നും x = +20 - 2 or -20 - 2 എന്ന് കിട്ടി. അതിൽ നിന്നും x = 18 or -22 എന്ന് കിട്ടി. -22 ഒരിക്കലും വശത്തിൻ്റെ നീളമാവില്ല, അതുകൊണ്ട് നമ്മുടെ x = 18, അതായത് സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 18 എന്ന് കിട്ടി. ഓക്കെ, ഈ ചോദ്യം തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് അധികം വിശദീകരിക്കേണ്ടതില്ല, നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ വൃത്തിയാക്കി എഴുതി കഴിഞ്ഞാൽ ഇതേപോലെ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അടുത്ത 5-6 ചോദ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അടുത്ത വീഡിയോ കാണുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാവർക്കും ഷെയർ ചെയ്യുക. ഓക്കെ, see you.